ഹായ് യോൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഇൻ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ മത്സ്യഫെഡിന്റെ എക്സ്പെക്ടഡ് സിലബസ് ആണ്. രണ്ട് നോട്ടിഫിക്കേഷനും ഒരേ സമയത്ത് വന്നതുകൊണ്ടും ക്വാളിഫിക്കേഷൻ സിമിലർ ആയതുകൊണ്ടും തന്നെ ഇതിന്റെ സിലബസും ഒരേപോലെ വരാനാണ് സാധ്യത. അപ്പൊ ഇതിന്റെ മുൻ വർഷങ്ങളിൽ കേരള PSCയുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ സെയിം ക്വാളിഫിക്കേഷനിലുള്ള അതേ പോസ്റ്റിന്റെ തന്നെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു സിലബസിൽ വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എത്ര മൊഡ്യൂൾസ് ഉണ്ട്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അതിനു മുന്നേ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ആദ്യത്തെ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 442/2025 അതിന്റെ ക്വാളിഫിക്കേഷൻ BTech in Computer Science or Information Technology from a recognized university or MSc in Computer Science or Master of Computer Application ആണ്. സെക്കൻഡ് നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 460/2025 ക്വാളിഫിക്കേഷൻ MCA or BTech in IT or Computer Science from a recognized university ആണ്. അപ്പൊ ഈ ഒരു പോസ്റ്റിലത്തേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്കിനി ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. ആദ്യത്തെ മൊഡ്യൂൾ മെയിൻ ആയിട്ട് 8 ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആ ഒരു മൊഡ്യൂളിൽ നിന്ന് 12 മാർക്കാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് സ്റ്റുഡൻസ് പഠിക്കേണ്ടതെന്ന് നോക്കാം. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, ട്രൂത്ത് ടേബിൾ, ദ ആൾജിബ്ര ഓഫ് പ്രൊപ്പോസിഷൻ, ലോജിക്കൽ ആർഗ്യുമെന്റ് സെറ്റ്സ്, ഓപ്പറേഷൻ ഓൺ സെറ്റ്സ്, ബൈനറി റിലേഷൻ, പാർഷ്യൽ ഓർഡേഴ്സ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ, പ്രോബബിലിറ്റി തിയറി, സാമ്പിൾ സ്പേസസ്, ഈവന്റ് ആൻഡ് പ്രോബബിലിറ്റി, discrete probability, union, intersection and complement of event, then conditional probability, Bayes theorem, linear correlation coefficient, linear regression, non-linear regression, multiple correlation and multiple regression, theory of sampling and population. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ മൊഡ്യൂളിൽ വരുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് 12 മാർക്കാണ്. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂൾ നോക്കാം. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 14 മാർക്കാണ്. അപ്പൊ അതിൽ നമ്മൾ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കാം. ആദ്യത്തേത് ഡിജിറ്റൽ ലോജിക് സിസ്റ്റം ആൻഡ് മൈക്രോ പ്രോസസേഴ്സ്. ആ ഭാഗത്തിൽ നിന്ന് നമുക്ക് ഏതൊക്കെ നോക്കണം? ബൂളിയൻ എക്സ്പ്രഷൻസ് ഉണ്ട്, KMAP ഉണ്ട്, TTL ആൻഡ് CMOS ലോജിക് ഫാമിലീസ്, കോമ്പിനേഷണൽ ലോജിക് ഡിസൈൻ, സിൻക്രണസ് സീക്വൻഷ്യൽ സിസ്റ്റം ഡിസൈൻ, മൈക്രോ പ്രോസസേഴ്സ്. അതിൽ തന്നെ 8086ന്റെ ആർക്കിടെക്ചർ, അതിന്റെ ഡേറ്റ ട്രാൻസ്ഫർ സ്കീം, ഇന്റർഫേസസ്, അഡ്രസ്സിംഗ് മോഡ്സ്, ദെൻ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന ഭാഗത്തിൽ നിന്ന് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ആൻഡ് മൈക്രോ ഓപ്പറേഷൻസ്, കൺട്രോൾ ലോജിക്, പ്രോസസർ അഡ്രസ്സിംഗ് ആൻഡ് ബസ് ഓർഗനൈസേഷൻ, then processor input or output and DMA, memory organization and cache coherence, operating systemത്തിനകത്ത് CPU scheduling ഉണ്ട്, deadlocks, memory management, file system, disk scheduling, process thread and their synchronization, real time OS, clock synchronization and task scheduling, system initialization, booting and handling user accounts, backup and restore, Bourne shell, programming for Linux. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് 14 മാർക്കാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ മൊഡ്യൂളാണ്. അതിൽ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C ആണ് വരുന്നത്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 12 മാർക്ക്. ആദ്യം ഡേറ്റ സ്ട്രക്ചറിൽ ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, സ്റ്റാക്ക്, ക്യൂ, പ്രയോറിറ്റി ക്യൂസ്, ഹാഷിംഗ്, ബൈനറി ട്രീസ്, ട്രീ ട്രാവേഴ്സൽ, AVL ട്രീസ്, ഗ്രാഫ്സ്, ഷോർട്ടസ്റ്റ് പാത്ത്, ദെൻ മിനിമം സ്പാനിങ് ട്രീസ്, സോർട്ടിംഗ് അൽഗോരിതംസ് ആണ് വരുന്നത്. ദെൻ പ്രോഗ്രാമിംഗ് ഇൻ C എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് ഓപ്പറേറ്റേഴ്സ് and expressions ഉണ്ട്, control statements, storage types, functions, arrays, strings, structure, pointers and dynamic memory management, file handling ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂൾ നോക്കാം. അടുത്ത മൊഡ്യൂൾ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ഓർ ജാവ ആണ്. 12 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഡേറ്റ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ക്ലാസസ്, കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ്, ക്ലാസസ് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ജനറിക് ക്ലാസസ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഫയൽ പ്രോസസിംഗ്, ജാവ ആപ്ലെറ്റ്സ്, ജാവ ഫീച്ചേഴ്സ്, ബൈറ്റ് കോഡ്സ്, ഇന്റർനെറ്റ് ക്ലാസസ്, റാപ്പർ ക്ലാസസ്,
multi-threading, support classes, vector, stack, interface, observer, stream, tokenizer, GUI classes, then Java input output classes, the applet class, then its architecture, display method and repainting. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ആൻഡ് ജാവ എന്ന മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 12 മാർക്കാണ് വരുന്നത്. ഇനി അടുത്ത മൊഡ്യൂൾ നോക്കാം. അടുത്ത മൊഡ്യൂൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. 12 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അതിൽ കീസ് ഉണ്ട്, ER മോഡൽ, നോർമലൈസേഷൻ, 1NF to 5NF, then aggregate function, nested sub queries, views, joined relations, transactions, ACID properties, concurrency control, triggers, stored procedures, then client server architecture and web programming എന്ന മൊഡ്യൂളിൽ നിന്ന് 12 മാർക്കാണ്. അവിടെ 2 and 3 tier client server architecture, web servers ഉണ്ട്, HTML and XML ഉണ്ട്, style sheets, client side scripting, JavaScript and VB script, server side scripting, PHP, JSP and ASP.NET, programming for creating dynamic web pages using database forms and sessions, ഇനി Ajax and SignalR. ഇത്രയുമാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. ഈ ഒരു ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് എന്ന മൊഡ്യൂളിൽ നിന്ന് 12 മാർക്കാണ്. ഇനി അടുത്തത് നോക്കാം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ലാസ്റ്റ് മൊഡ്യൂൾ. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 12 മാർക്കാണ്. അതിലെ ടോപ്പിക്സ് നോക്കാം: സിസ്റ്റം മോഡലിംഗ്, സിസ്റ്റം എഞ്ചിനീയറിംഗ് പ്രോസസ്, ലൈഫ് സൈക്കിൾ മോഡൽസ്, ഡിസൈൻസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, വാലിഡേഷൻ, ഇവല്യൂഷൻ, ഓട്ടോമേഷൻ, പ്രോസസ് സപ്പോർട്ട്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്, SRS ഫീസിബിലിറ്റി സ്റ്റഡീസ്, എലിസിറ്റേഷൻ ആൻഡ് അനാലിസിസ്, വാലിഡേഷൻ മാനേജ്മെന്റ്, സിസ്റ്റം മോഡൽസ്, കോണ്ടെക്സ്റ്റ് മോഡൽ, ബിഹേവിയർ മോഡൽ, ഡേറ്റ മോഡൽസ്, ഒബ്ജക്ട് മോഡൽസ്, ഒബ്ജക്ട് oriented design, design evolution, real time software design, critical system specification, critical system development and software testing. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള എല്ലാ മൊഡ്യൂൾസും, എല്ലാ 8 മൊഡ്യൂൾസ് വിത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മുൻ വർഷങ്ങളിൽ പ്രോഗ്രാമറിന് ചോദിച്ചിട്ടുള്ള സിലബസ് ആണ് ഇത്. പുതിയ സിലബസ് വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു സിലബസ് റെഫറൻസ് ആക്കി വെച്ച് സ്റ്റുഡൻസിന് പ്രിപ്പറേഷൻ തുടങ്ങാവുന്നതാണ്. ഈ ഒരു സിലബസ് തന്നെ ഈ പോസ്റ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ കോഴ്സ് ആവശ്യമുള്ളവർക്ക് TechPSCയുടെ ആപ്പ് ത്രൂ കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമ്മൾ കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻ കൊടുക്കുന്നുണ്ട്. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ്, ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം കോഴ്സ് ആവശ്യമുള്ളവർക്ക് ആപ്പ് ത്രൂ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും TechPSCയുടെ വിജയാശംസകൾ. താങ്ക് യു.